നമസ്കാരം. ഇത് കിയ കാർണിവലാണ്. കിയ കാർണിവലിൻ്റെ ലിമോസിൻ പ്ലസ്. അപ്പോൾ 50 ലക്ഷത്തിൽ താഴെ കിട്ടുന്ന വണ്ടികളിൽ, അത് MPVകൾ അല്ലെങ്കിൽ MUVകളിൽ ഏറ്റവും കൂടുതൽ സവിശേഷതകളുള്ള വണ്ടി എന്നൊക്കെ ഈ ഒരു കിയ കാർണിവലിനെ പറയാം. അത് മാത്രമല്ല, മറ്റൊരു വിശേഷണം കൂടി ഈ ഒരു കിയ കാർണിവലിനുണ്ട്. അതായത് ഈ കിയ കാർണിവലിൻ്റെ ലിമോസിൻ പ്ലസിനുണ്ട്. നമ്മുടെ കേരള മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന ഒരു വണ്ടി കൂടിയാണ് കിയ കാർണിവൽ. അപ്പോൾ കിയ കാർണിവലിൻ്റെ ഒരു കാര്യമെന്ന് പറയുമ്പോൾ ഇന്നോവ ക്രിസ്റ്റ അധികം കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ ഈ ഒരു വണ്ടിക്ക് ഒരു ഇത്തിരി സ്വീകാര്യത കയറി വന്നിട്ട് കൂടുതൽ മന്ത്രിമാരൊക്കെ കിയ കാർണിവലിലേക്ക് വരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കാം. എന്ന് പറയുമ്പോൾ ഇത് റിവ്യൂ എന്നല്ല. റിവ്യൂ എന്ന് പറയാൻ കാരണം നമ്മൾ ഈ വണ്ടി വിശദമായിട്ട് ഓടിച്ചിട്ടുണ്ട്, റിവ്യൂ ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങോട്ട് ആ ഒരു വേരിയൻ്റ് എടുത്ത് 4 വേരിയൻ്റ് ഉണ്ടായിരുന്നു, ഒരു വേരിയൻ്റ് ഇല്ല. ഇപ്പോൾ കൂടാതെ 3 വേരിയൻ്റ് മാത്രമല്ല, 3 വേരിയൻ്റെ വില എന്ന് പറയുന്നത് 30,99,000 മുതൽ 35,49,000 വരെയാണ്. എക്സ്ഷോറൂം പ്രൈസാണ്. എന്തായാലും ഈ ഒരു വണ്ടിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പരിശോധിക്കാം. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് സവിശേഷതകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വണ്ടിയുടെ ഗുണങ്ങൾ, എന്തൊക്കെയാണ് ഈ വണ്ടിയുടെ ആ ഒരു ദോഷങ്ങൾ? അതുമാത്രമല്ല, പിൻസീറ്റ് യാത്ര കേന്ദ്രീകരിച്ച് വാങ്ങാൻ കിട്ടുന്ന വണ്ടികളിൽ മികവ് വേണ്ടത് ആ ഒരു പിൻസീറ്റ് യാത്രയ്ക്കും സുരക്ഷയ്ക്കൊക്കെയാണ്. ആ ഒരു കാര്യത്തിലൊക്കെ കിയ കാർണിവൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കാം. സ്വാഗതം. അപ്പോൾ ഇനി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ, നോട്ടിഫിക്കേഷൻ കിട്ടണ്ടേ. അപ്പോൾ ഇതാണ് കിയ കാർണിവൽ. കിയ കാർണിവലിൻ്റെ ലിമോസിൻ പ്ലസ് ആണത്. ഈ ഒരു വീഡിയോയെ കുറച്ച് ഘടകങ്ങളായിട്ടാണ് തിരിക്കാൻ പോകുന്നത്. ആദ്യ ഘടകം എന്ന് പറയുന്നത് രൂപം തന്നെയാണ്. ഒരു വലിയ മിനി വാൻ എന്ന രൂപത്തിലാണ് ഈ ഒരു കിയ കാർണിവൽ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ നല്ല വലിപ്പമുണ്ട്. വലിപ്പം എന്ന് പറയുമ്പോൾ സിറ്റി യൂസൊക്കെ തീർത്തും ഒരു ബുദ്ധിമുട്ട് ആണെന്ന് തോന്നുന്ന വിധത്തിൽ ആ ഒരു വലിപ്പമുണ്ട്. കൂടാതെ ഗ്രൗണ്ട് ക്ലിയറൻസും കുറവാണ്. പക്ഷേ ആ വലിപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ആ ഒരു വണ്ടിയുടെ ഡ്രൈവ് ചെയ്യാനുള്ള ഈസിനെസ്സിനെ ബാധിക്കുന്നില്ല കേട്ടോ. അത് വണ്ടി ഓടിക്കുമ്പോൾ പറയാം. എന്തായാലും ഈ ഒരു വണ്ടിയുടെ രൂപത്തിന് ഒരു ഇത്തിരി പ്രത്യേകതകളുണ്ട്. ആ മുന്നിലെ ഗ്രില്ലും LED ഹെഡ് ലാമ്പും കൂടാതെ താഴെ കാണുന്ന ആ ഒരു ഫോഗ് ലാംപ്സും കിയ വണ്ടികളെല്ലാം കൂടി കാണുന്ന ആ ഒരു LED അതിപ്രസരമുണ്ട്. അത് മാത്രമല്ല, കാഴ്ചയ്ക്കൊരു വലിയ വണ്ടിയാണ് ഞാൻ പറഞ്ഞു. ആ ഒരു വലിപ്പത്തിൻ്റെ ആ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒരു ഭീമാകാരനായ വണ്ടി എന്നുള്ള ഒരു നിലയ്ക്ക് ഒരു റോഡ് പ്രസൻസ് കൂടി കിയ കാർണിവലുണ്ട്. പിന്നിലാണെങ്കിലും ആ ഒരു വലിയ ഡോറും വലിയൊരു ടെയിൽ ഗേറ്റും അല്ലെങ്കിൽ ആ ഒരു LED ലാമ്പുകളോട് കൂടി ചേർന്ന ആ ടെയിൽ ഗേറ്റൊക്കെ തന്നെ കാണാൻ ഭംഗിയുണ്ട് എന്നുള്ളത് തന്നെയാണ്. 2 സൺറൂഫ് ഉണ്ട് കിയ കാർണിവലിന്. ഒന്ന് ഡ്രൈവർക്കും മറ്റൊന്ന് പാസഞ്ചറിനും. അത് മാത്രമല്ല, ഒരു റൂഫ് റെയിൽ കൂടി കിയ കാർണിവൽ കണ്ടു. മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ ഇന്ത്യയിൽ എല്ലാ ജോലിക്കും ഒരേ സ്റ്റാറ്റസ് ഒന്നുമല്ല. അതായത് കുറഞ്ഞ ജോലി, കൂടിയ ജോലി, അങ്ങനെ പല തരംതിരിവുകൾ നമ്മുടെ നാട്ടിലുണ്ട്. മോശമാണത്, എന്നാലും അതുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഒരു ഡ്രൈവർ ഉണ്ടാവും. ഇതൊരു VIP വണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു. VIP വണ്ടി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പോലുള്ള ആളുകളുടെ വണ്ടിയാണ്. ഒരു ഡ്രൈവറുണ്ട്. ആ ഒരു ഡ്രൈവർക്ക് പുറത്തിറങ്ങി വന്ന് ഡോറ് തുറന്നു കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഈ ഒരു ഡോർ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് വിധത്തിൽ തുറക്കാം. അതിലൊന്നെന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ തുറന്നു വിട്ടാൽ അതങ്ങ് പോകുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പോവും എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമാണ്. ഡ്രൈവർക്ക് പുറത്തിറങ്ങേണ്ട കാര്യമുണ്ട്, പുറത്തിറങ്ങി വേണം അത് തുറന്നു കൊടുക്കാനായിട്ട്. പക്ഷേ അത് മാത്രമല്ല, നമുക്കത് അടയ്ക്കാനായിട്ടേ ഈ ഒരു റിമോട്ടിലൊരു ബട്ടണുണ്ട്. ആ ഒരു ബട്ടണിൽ കൂടി ആ ഒരു ഡോർ നമുക്ക് ക്ലോസ് ചെയ്യാം. അത് മാത്രമല്ല, ഡ്രൈവറുടെ മുകളിൽ ആ ഒരു ഹെഡ് സെക്ഷനിൽ ഒരു സ്വിച്ച് കൂടിയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഡ്രൈവർക്കുള്ള ഏറ്റവും കൂടിയ ഒരു ലക്ഷറി അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അപ്പാർട്ട് ഫ്രം ദ വെന്റിലേറ്റർ സീറ്റിലേക്ക് വരാം ആ ഒരു ഡോറാണ്. ഈ ഡോർ തുറക്കാനായിട്ട് മറ്റൊരാളുടെ സഹായം വേണ്ട എന്നുള്ളതാണ്. ഇതിപ്പോൾ അകത്തിരിക്കുന്ന ആൾക്കാണെങ്കിലും ആ ഡ്രൈവറെ വിളിച്ചൊന്ന് തുറക്കുന്നോ അല്ലെങ്കിൽ സ്വയം കൈ തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ അതങ്ങ് തുറന്നോളും. നമ്മൾ ഡ്രൈവറെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത് തന്നെ എൻജിൻ റൂമിൻ്റെ അല്ലെങ്കിൽ എൻജിൻ്റെ കാര്യം പറയണം. ഇതൊരു 4 സിലിണ്ടർ 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ്റെ മോഡലാണ്, BS6. അതിൻ്റെ കൂടെ ഒരു 8 സ്പീഡ് ടോർക്കാണ് കേട്ടോ, ഓട്ടോമാറ്റിക്കും. അപ്പോൾ ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 198 ബ്രേക്ക് ഹോഴ്സ് പവറും ടോർക്ക് എന്ന് പറയുന്നത് 400 ന്യൂട്ടൺ മീറ്ററുമാണ്. അപ്പോൾ എന്തായാലും നമ്മളെപ്പോഴും ഡ്രൈവർമാർക്ക് വേണ്ടി സംസാരിക്കും. നമ്മൾ ഒരു ഡ്രൈവറാണ് ബേസിക്കലി. അപ്പോൾ ഡ്രൈവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വണ്ടി ഓടിക്കും പറയാട്ടോ. ചെറിയൊരു എൻജിൻ ബേ ആണെന്ന് തോന്നുമെങ്കിലും അത്യാവശ്യം വലുപ്പമുണ്ട്. വണ്ടി മൊത്തത്തിൽ ഒരു ബിഗ് സൈസാണ്. XL ആണ് ഈ കാർ എന്ന് പറയുന്നത്. കിയയുടെ പുതിയ ലോഗോ നമുക്കൊരു ബമ്പറിൽ കാണാം. വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് VIPകളാണെങ്കിലും അതല്ല സാധാരണ ജനങ്ങളാണെങ്കിലും ഏതൊരു പൗരനാണെങ്കിലും സുരക്ഷ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ESP, അതുപോലെ 6 എയർ ബാഗുകൾ എന്നീ സുരക്ഷ കൂടി ഈ ഒരു കിയ കാർണിവലിനുണ്ട്. അപ്പോൾ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മളെപ്പോഴും കുറച്ച് കൺസേൺ ആണ് ഈയിടെയായിട്ട്. നമ്മൾ പണ്ടൊക്കെ മാരുതി 800 പോലുള്ള വണ്ടികൾ ഓടിച്ച് മാരുതി 800 എനിക്ക് തോന്നുന്നു ABS എയർ ബാഗൊന്നും ഇല്ലാത്തൊരു കാലത്ത് നിന്ന് ഇപ്പോൾ എയർ ബാഗുകളുടെ സുരക്ഷ വേണം എന്ന് പറയുന്നത് ഫോർഡിൻ്റെ ഒരു പുതിയ വാഹനത്തിന് ഹെഡ്ലൈനറിൽ എയർ ബാഗ് വരുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലും ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം ഗുണമുണ്ട് എന്നുള്ളതാണ്. ഗുണമെന്ന് പറയുമ്പോൾ സേഫ്റ്റിയുടെ ഒരു കാര്യത്തിൽ കൂടി അത്യാവശ്യം പരിഗണന കിയ കാർണിവലിന് നൽകിയിട്ടുണ്ട്.
ഡാർക്ക് ക്രോം ഉപയോഗം കിയയിലും ഹുണ്ടായിലൊക്കെ കൂടുതലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഗ്രില്ലിൻ്റെ ആ ഒരു സറൗണ്ടിങ് ഡാർക്ക് ക്രോം ആണെന്നുള്ളത് പറയേണ്ടതുണ്ട്. കിയ കാർണിവലിൻ്റെ അകത്തേക്ക് പോകുന്നതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഇത്രയും വലിയ വണ്ടിക്ക് 360 ക്യാമറ ഇല്ല എന്നുള്ളൊരു കുറവാണ്. കാരണം കിയയുടെ മറ്റു മോഡലുകൾക്ക് ആ ഒരു കാര്യം നമ്മൾ കണ്ടിട്ട്. അതുമാത്രമല്ല മുന്നിൽ പാർക്കിംഗ് സെൻസർ ഉണ്ട്. ഈവൻ മുന്നിലൊരു ക്യാമറയെങ്കിലും വേണ്ടതായിരുന്നു ഇപ്പോൾ ആ ഒരു 360 ഇല്ലെങ്കിൽ. അതുമാത്രമല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അതായത് വലിയ വീൽ ബേസ് ആയതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ റോഡുകളിലെ ആ ഒരു ഹമ്പിനെ കുറിച്ചൊക്കെ അറിയാലോ. ആ ഒരു ഹമ്പുകളിൽ അടിതട്ടുള്ള സാധ്യത കൂടുതലാണ്. ഈ 18 ഇഞ്ച് വീലുകൾ കാണാനും ഭംഗിയുണ്ട്. അത്യാവശ്യം വലിയ വീലുകളാണ്. 265 സൈസുള്ള ആ ഒരു 18 ഇഞ്ച് വീലുകളാണ് കിയ കാർണിവലിന്. ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഒരു അറ്റത്തുനിന്ന് അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. അടിവെച്ച് നടക്കുകയാണ്. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 കാലടികളാണ് ഈ വണ്ടിയുടെ വലിപ്പം. എൻ്റെ 13 കാലടികളാണ് ഈ വണ്ടിയുടെ വലിപ്പം എന്ന് പറയുന്നത്. ഇതിൻ്റെ മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളാണ് ഈ ഒരു ഓട്ടോ എന്നുള്ളത് ഓട്ടോമാറ്റിക്കിനെ സൂചിപ്പിക്കുന്നു. ഈ ഒരു ടെയിൽ ഗേറ്റ് പവർ ടെയിൽ ഗേറ്റാണ്. സ്മാർട്ട് ഓപ്ഷൻ കൂടിയാണ്. നമ്മൾ അടുത്ത് നിന്ന് അതങ്ങ് തുറക്കും ചെയ്യും. കയ്യിൽ 2 കയ്യിൽ ലഗേജ് ഉണ്ടെങ്കിൽ അത് തുറക്കും. പക്ഷേ ഞാനത് ഹോൾഡ് ചെയ്ത് പിടിച്ച് തുറക്കുകയാണ് ഈ ഒരു റിമോട്ടിൽ. അങ്ങനെ തുറന്നു കഴിയുമ്പോൾ 540 ലിറ്ററാണ് ബൂട്ട് സ്പേസ്. അത് നമുക്ക് സീറ്റെല്ലാം മടക്കിയാൽ 1624 ലിറ്റർ വരെ ആക്കാമെന്നുള്ളതാണ്. അപ്പോൾ വലിയ ഒരു ബൂട്ട് ഏരിയ ഉണ്ട്. ആ ലിമോസിൻ എന്ന വാക്കിന് നീതി പുലർത്തുന്നുണ്ട് ഈ ഒരു ബൂട്ട് സ്പേസ് എന്നുള്ളതാണ്. തീർത്തും ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു MPV ആണ് ഈ ഒരു കിയ കാർണിവൽ. ആ പിന്നിലും സൺറൂഫ് ഉണ്ട്. സൺറൂഫ് ഉണ്ട് കേട്ടെ. അതല്ലാണ്ട് തന്നെ കുറേ അധികം കാര്യങ്ങൾ വണ്ടിക്കുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു സീറ്റ് നമുക്ക് വശങ്ങളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഒരു കാര്യമായിട്ട് പറയാം. അതായത് ഇവിടെ പിടിച്ചാൽ നമുക്കിത് സൈഡിലേക്ക് മാറ്റാൻ പറ്റും ഇങ്ങനെ. അത് വേറൊന്നുമല്ല, ആ ഒരു തേർഡ് റോയ്ക്ക് കയറാനാണ്. അത് മാത്രമല്ല നമുക്ക് ഈ ലെഗ് സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടാണ്. അങ്ങനെ കിടന്ന് യാത്ര ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇവിടെ ഈ ഒരു റിക്ലൈൻ നമുക്ക് എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കിടന്ന് യാത്ര ചെയ്യാനായിട്ട് മികച്ചൊരു വണ്ടി എന്നാണ് ഈ ഒരു കിയ കാർണിവലിൽ പറയാനുള്ളത്. 3 സോൺ AC ഉണ്ട്. 2 സോണുകൾ മുന്നിലും 1 സോൺ പിന്നിലും. അതിന് ഡിസ്പ്ലേ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കിടന്ന് യാത്രയാണ്. അങ്ങനെ കിടന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ക്രീൻ നമുക്ക് മുന്നിലുണ്ട്. 10.1 ഇഞ്ച് ആ ഒരു സ്ക്രീനിൽ വൈഫൈ കണക്ടിവിറ്റി ഉണ്ട്. നമുക്ക് സിനിമ കാണുകയോ പാട്ട് കേൾക്കുകയോ എന്ത് വേണമെങ്കിൽ ആവാന്നുള്ളതാണ്. അതായത് 2 മുൻ സീറ്റുകളുടെ പിന്നിലും ഓരോ സ്ക്രീൻ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ സുഖ ശീതളിമേലിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ കിടക്കുമ്പോൾ ഡോർ അടയ്ക്കാനായിട്ട് എഫേർട്ട് എടുക്കണ്ടേ. വയ്യ, ഡോർ അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ ഡ്രൈവർ ചേട്ടനോട് പറയാം, ഇന്ത്യയാണല്ലോ. അതല്ലെങ്കിൽ നമുക്കിവിടെ ഈ ഒരു സ്വിച്ചിൽ അങ്ങ് പ്രസ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞു എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ ഒരു സൺ ബ്ലൈൻഡും ഉണ്ട്. സ്വസ്ഥം സുന്ദരം അല്ലേ. ആ ഹാൻഡിൽ പിടിച്ച് വലിക്കാനുള്ള എഫേർട്ട് എടുക്കാനും വയ്യെങ്കിൽ ഇവിടെ ഒരു സ്വിച്ചും ഉണ്ട് കേട്ടോ. മാത്രമല്ല 4 പവർ വിൻഡോസിനും ആ ഒരു ഓട്ടോ അപ്പും ഡൗണും ഉണ്ട് എന്നുള്ളതാണ്. ഇത് കിയ കാർണിവലിൻ്റെ തേർഡ് റോ ആണ്. തേർഡ് റോയിലും ചാരി കിടക്കുന്നില്ലേ. സുഖകരമായിട്ടിരിക്കാവുന്ന ഒരു സീറ്റാണ് ഈ തേർഡ് റോ ഉള്ളത്. തൈ സപ്പോർട്ട് ഒത്തിരി കുറവാണ്. ഒബ്വിയസ്ലി ഇപ്പോൾ ഏറ്റവും പ്രശ്നമെന്ന് പറയുന്നത് ലെഗ് റൂം ഉണ്ടാവില്ല, അല്ലെങ്കിൽ തൈ സപ്പോർട്ട് തീരെ ഉണ്ടാവില്ല എന്നുള്ളതൊക്കെയാണ് തേർഡ് റോയുടെ കാര്യം. ഈ ഒരു കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതായത് ഇരിക്കാൻ നല്ല സുഖമുണ്ട്, നന്നായി തന്നെ ചാരി ഇരിക്കാൻ പറ്റുന്നുണ്ട്. കൂടാതെ ഇവിടെ കപ്പ് ഹോൾഡർ, ചാർജിങ് സോക്കറ്റൊക്കെ തന്നെ ഉണ്ട്. ലൈറ്റ് കാണാം, സൺ ബ്ലൈൻഡ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു തേർഡ് റോ ആണ് ഈ ഒരു വണ്ടിക്കുള്ളത്. ഇതൊരു 7 സീറ്റാണ്. 2, 4, 5, 6, 7. ഇത് ലിമോസിൻ പ്ലസ് ആണല്ലോ. കൂടാതെ ഇവിടെ ഒരു AC വെൻ്റ് കൂടി കാണാം. ഡ്രൈവർക്ക് മാത്രമുള്ള ലക്ഷറി എന്ന് പറയുന്നത് വെന്റിലേറ്റർ സീറ്റാണ്. ഇപ്പോൾ എല്ലാവരും സുഖമായിരുന്നു ഉറങ്ങുക അല്ലെങ്കിൽ ചാരിക്കിടന്ന് യാത്രയൊക്കെ ചെയ്യുമ്പോൾ എനിക്കും എന്തെങ്കിലും വേണമെന്ന് ഡ്രൈവർക്കും തോന്നില്ലേ. ആ ഒരു കാര്യത്തിൽ ഈ ഒരു വെന്റിലേറ്റർ സീറ്റിനെ പറയാം. ലാപ്ടോപ്പ് ചാർജർ, ഹൗസ് ഹോൾഡ് ചാർജർ, കൂടാതെ വയർലെസ് ചാർജർ, 3 സോൺ AC, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു കാർണിവലുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്, പാഡ് ഷിഫ്റ്റർ ഇല്ല, 8 സ്പീഡ് ആ ഒരു ഗിയർബോക്സ്, സ്പോർട്ട് മോഡ് ഉണ്ട്, ഈക്കോ മോഡ് കാണാം. കൂടാതെ ഓട്ടോ ഹോൾഡ് പോലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരുപാട് സവിശേഷതകളുണ്ട്. ആ ഒരു സവിശേഷതകളിൽ ഈ ഒരു 8 ഇഞ്ച് സ്ക്രീൻ ഒരു ഇത്തിരി കുറവാണെന്ന് കാണാം. അതായത് ഹാർമൻ കാർഡിൻ്റെ 8 സ്പീക്കർ സിസ്റ്റം ഉള്ള ഒരു വണ്ടിക്ക് ഡ്രൈവറുടെ സ്ക്രീൻ മാത്രം ചെറുതാണെന്നുള്ളതാണ്. പക്ഷേ അത്യാവശ്യം ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള സ്ക്രീൻ തന്നെയാണ് കേട്ടോ അത്. കൂടാതെ 2 ഗ്ലോ ബോക്സ് ഉണ്ട്, ഒന്ന് ലോക്കും കൂടി ചെയ്യാമെന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു പാനലിൽ കുറേ സ്വിച്ചുകളുണ്ട്. അതിലൊന്ന് ആ ഒരു ഒന്നല്ല 2 ആ ഒരു പിന്നിലെ ഡോറുകൾക്കുള്ള സ്വിച്ചുകളാണ്. കൂടാതെ സൺ വൈസറിന് ഒരു എക്സ്റ്റൻഡർ കൂടിയുണ്ട്. ലൈറ്റുകളും LED ആണെന്നുള്ളതാണ് അകത്തെ. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ടിൽറ്റും റീച്ചുമുള്ള ഈ സ്റ്റിയറിംഗ് വീലാണ്, ലെതർ റാപ്പ് ചെയ്തിട്ടുള്ള. ആ ഒരു സ്റ്റിയറിംഗ് വീലിന് കിയയുടെ എല്ലാ സ്റ്റിയറിംഗ് വീലിൻ്റെ ആ ഒരു സ്വഭാവം തന്നെയാണ്. കൂടാതെ മീറ്റർ കൺസോൾ എന്ന് പറയാൻ പറ്റില്ല, 2 പോഡുകളായിട്ട് 2 മീറ്റേഴ്സാണ്. അതിനാണല്ലോ ആ ഒരു MID ഉണ്ട്, കിയയുടെ തനതായ MID.
ഫ്യൂൽ മീറ്ററും ആ ഒരു എഞ്ചിൻ ടെമ്പറേച്ചറിനകത്തായിട്ട് കാണാം. 4700 RPM റെഡ് ലൈൻ മാർക്ക് ചെയ്യാണ്. ഡീസൽ എഞ്ചിനാണ്, മേക്ക് സെൻസ്. കൂടാതെ 240 വരെ സ്പീഡും ഇതിനകത്ത് ആ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. സംഭവം ശരിയാണ്, ലക്ഷറിയാണ്, യാത്രാസുഖമുണ്ട്, അതല്ലെങ്കിൽ യാത്ര ചെയ്യാനായിട്ട് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ഫോക്കസ് അതൊന്നുമല്ല. നമ്മൾ ഒരു ഡ്രൈവർ ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ചിന്തിക്കുക. അതായത് വണ്ടി ഓടിക്കാൻ എങ്ങനെയെന്നുള്ളതായിരിക്കും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന കാര്യം. അപ്പോൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണെന്നുള്ളത് ഒരു കാര്യമാണ്, കൂടാതെ അത്യാവശ്യം പവർഫുൾ ആണെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്തായാലും നമുക്ക് വണ്ടി റോഡിലേക്ക് എടുത്ത് ഓടിച്ചു നോക്കാം. കിയ കാർണിവൽ ഓടിക്കുകയാണ്. കുറച്ച് നേരത്തേക്ക് ഞാനൊരു ഡ്രൈവറാണ്. ഡ്രൈവർ എന്ന് പറയുമ്പോൾ വണ്ടി ഓടിക്കുന്ന ആളൊക്കെ ഡ്രൈവർമാരാണ്, എന്നാലും അങ്ങനെയല്ല. മുഖ്യമന്ത്രിയുടെയോ ഒരു കിയ കാർണിവലിൻ്റെ ഉടമസ്ഥൻ്റെ ഷോഫർ അല്ലെങ്കിൽ ഡ്രൈവറായിട്ട് ഡ്യൂട്ടി നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാനുള്ളതാണ്. കിയ കാർണിവലിനെ സംബന്ധിച്ച് അത് ഈസിയാണ്. കാരണം ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഷിഫ്റ്റൊക്കെ തീർത്തും അൺനോട്ടീസബിൾ ആണ്. അതായത് നമ്മൾ ഏറ്റവും സ്മൂത്തായിട്ട് ഓടിക്കുന്ന ഏറ്റവും ചെറിയ ത്രോട്ടിൽ ഓടിക്കുമ്പോൾ ആ ഒരു ഷിഫ്റ്റ് ആവുന്നത് RPM നീഡിൽ നോക്കിയാൽ, ടാക്കോ നീഡിൽ നോക്കിയാൽ ചെറുതായിട്ടൊന്ന് ബ്ലിങ്ക് ആവുന്നല്ലാണ്ട് കാര്യമായിട്ടൊരു വ്യത്യാസങ്ങളൊന്നുമില്ല. കൂടാതെ വലിയ ചവിട്ടുകൂത്തലൊന്നും സസ്പെൻഷനാണ്, നന്നായി തന്നെ ഓടിക്കാൻ പറ്റുന്നുണ്ട്. പാലമെത്തി ഒന്ന് അയ്യോ ചെറുതായിട്ടൊന്ന് ചാടി, പിന്നിലെ ആളെങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആ ഒരു കോൺവെർസേഷൻ മിറർ നോക്കിയിട്ട് ഓക്കെ അദ്ദേഹം അല്ലെങ്കിൽ ആ പിന്നിരിക്കുന്ന ആൾ എങ്ങനെയാണ്, അയാളുടെ ആ ഒരു കംഫർട്ടബിൾ ലെവൽ എന്താണ്, മുഖത്തെ ഭാവം എന്താണെന്ന് നോക്കാം. അടച്ചു വയ്ക്കാം, അദ്ദേഹം ഒരു പ്രശ്നമൊന്നുമില്ല, അടച്ചു വയ്ക്കാം നമുക്കത്. ഓക്കെ, ഈ ഒരു കോൺവെർസേഷൻ മിററിൻ്റെ ഗുണമാണ്, നമുക്ക് നോക്കാം ആളുകളുടെ മൂഡൊക്കെ നോക്കി വണ്ടി ഓടിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല സ്റ്റിയറിംഗ് ലൈറ്റാണ്, വലിയ എഫേർട്ടൊന്നുമില്ല. ഇപ്പോൾ സിറ്റിയിൽ ഇത് ഓടിക്കാനായിട്ട് പാട് തന്നെയാണ്, വലിയ വണ്ടിയാണ്, ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ഓടിക്കണം. മുന്നിലും പിന്നിലും പാർക്കിംഗ് സെൻസേഴ്സുള്ളതുകൊണ്ട് ചെറുതായിട്ടൊക്കെ നമുക്ക് എയ്ഡൊക്കെ തരുമെങ്കിലും ഓടിക്കാനായിട്ട് ഒത്തിരി എഫേർട്ട് ഉണ്ട്. അത് മാത്രമല്ല ഈ ഒരു സ്റ്റിയറിംഗ് ലൈറ്റ് ആട്ടോ, സ്റ്റിയറിംഗ് ലൈറ്റ് എന്ന് പറയുമ്പോൾ തീർത്തും ലൈറ്റാണ്, തീരെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്യൂട്ടി നോക്കുമ്പോഴേ ശരിക്കും ആ കാര്യങ്ങളൊക്കെ പറയണ്ടേ. വലിയ ഹമ്പ് കണ്ടാൽ ഒന്ന് ചവിട്ടി എടുക്കണം. ചാടുന്നതുകൊണ്ട് പിന്നിലിരിക്കുന്ന ആൾക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല, വീൽ വേസ്റ്റ് കൂടുതലായതുകൊണ്ട് ചിലപ്പോഴെങ്കിലും ഒന്ന് അടിതട്ടാൻ ചാൻസ് ഉള്ളോട്ടെ, സൂക്ഷിച്ചെടുക്കണം. അത് മാത്രമല്ല നമ്മൾ ഓടിക്കുന്ന ആ ഒരു ഡ്രൈവിങ് ആ ഒരു ഫീൽ എന്ന് പറയുന്നത് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ വണ്ടിക്കകത്തിരിക്കുന്ന ആളുകൾക്കൊന്നും ഇല്ലാത്തൊരു ലക്ഷറി നമുക്കുണ്ട്. നമ്മൾ ആ ഒരു വെന്റിലേറ്റർ സീറ്റൊക്കെ ഇട്ടിട്ടാണ് ഓടിക്കുന്നത്. ഈ ഒരു ചാട്ടത്തിൽ നമുക്ക് വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുമോ? കാര്യമായിട്ടുള്ള ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഷോഫർ എന്ന നിലയ്ക്ക്, ഒരു ഡ്രൈവർ എന്ന നിലയ്ക്ക് എൻ്റെ പാസഞ്ചേഴ്സിനെ കംഫർട്ടബിളായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് ഈ ഒരു വണ്ടിയുടെ ഗുണമാണ് എന്നുള്ളതാണ്. അത്യാവശ്യം സ്പീഡൊക്കെ എടുത്ത് ഓടിക്കാം. ഇപ്പോൾ ആ ഒരു ലീഗൽ സ്പീഡ് ലിമിറ്റ് കഴിഞ്ഞാൽ ആ ബീപ്പ് അടിക്കുമ്പോൾ നമുക്ക് ആ ഒരു കോൺവെർസേഷൻ മിറർ ഒന്നുകൂടി നോക്കാം. സ്പീഡിൽ ഓടിക്കുന്നത് അലവസരം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലല്ലേ, ഒന്നുകൂടി കാലം കൊടുക്കാം. അങ്ങനെ ആ ഒരു ഡ്യൂട്ടി നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാവുന്നതാണ്. വാട്ടെവർ അല്ലെങ്കിൽ എന്തോ ആവട്ടെ, നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഒരു പെർഫോമൻസ് നോക്കേണ്ടത് ഒരു ഡ്രൈവർ എന്ന നിലയ്ക്കാണ്, വണ്ടി ഓടിക്കുന്ന ഒരാളെന്ന നിലയ്ക്കാണ്. എന്ന് വെച്ചാൽ ഇനി ഞാനിത് എൻ്റെ വണ്ടിയാക്കി മാറ്റാണ്, ഞാനത് ഓടിക്കാൻ പോവാണ്. അതായത് കാലോടുത്ത് ഓടിക്കാണ്. മാനുവൽ മോഡ് ഇട്ടു, ഡൗൺ ചെയ്തു, കാലോടുത്തു. ഇവിടെയാണ് 2.2 ലിറ്റർ എഞ്ചിൻ്റെ ആ ഒരു ടോർക്കി നേച്ചർ നമുക്ക് ഗുണം ചെയ്യുന്നത്. അതായത് കാലെടുക്കുമ്പോൾ വണ്ടി പ്രതികരിക്കുന്നത് തീർത്തും ക്വിക്കായിട്ടാണ്, നല്ല ഫാസ്റ്റാണ് വണ്ടി. ആ ഒരു MP അല്ലെങ്കിൽ ഇത്രയും വലിയ വണ്ടി എന്ന നിലയ്ക്ക് ആ ഒരു 100 കിലോമീറ്റർ എത്തുന്നത് വളരെ പെട്ടെന്നാണെന്നുള്ളതാണ്. പിന്നെ 400 Nm ടോർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ലെക്സസ് ES പോണു, അതിന് ഓട്ടോയ്ക്കാണ്. ഓട്ടോയ്ക്കൊന്നും ഒരു പ്രശ്നമില്ല, സിമ്പിളാണ്. ഈ ഒരു വലിയ വണ്ടി ഓട്ടോ ചെയ്യേണ്ട ഒരു പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു പാഡ് ഷിഫ്റ്റ് ഞാൻ മിസ് ചെയ്യുന്നുണ്ടോ ഡൗൺ ചെയ്യുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ആ ഒരു ഡൗൺ ചെയ്യാനായിട്ട് ഒരു പാഡ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നി. അപ്പോൾ നമ്മളൊരു ഇത്തിരി അഗ്രസീവായിട്ട്, ഇത്തിരി എന്തൂസിയാസ്റ്റിക് ആയിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഈ ഒരു സ്റ്റിയറിംഗ് ഒരു ഇത്തിരി വെയിറ്റ് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ സ്പീഡിൻ്റെ മുകളിലെത്തുമ്പോൾ ഒരു ഇത്തിരി വെയിറ്റ് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഇത്തിരി കോൺഫിഡൻസ് കുറയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. സസ്പെൻഷൻ നല്ലതാണ്, ഹാൻഡ്ലിംഗ് ഒക്കെ കൊള്ളാം. എഞ്ചിൻ തീർത്തും സൈലൻ്റാണ്. ഇപ്പോൾ ഒന്നുകൂടി ആ ഒരു ഷോഫർ അല്ലെങ്കിൽ ഡ്രൈവർ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടി തീർത്തും സൈലൻ്റാണ്. ആരെയും അലോസരപ്പെടുത്താതെ ഈ ഒരു വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് സൈലൻ്റായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാം. ഫോർ ഡീസൽ അതൊരു വലിയ കാര്യമാണ്, നല്ല കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ സീറ്റിംഗ് പോസ്റ്റർ കൊള്ളാം, അല്ലെങ്കിൽ പോസ്റ്ററും കൊള്ളാം. എനിക്ക് എല്ലാം കാണുന്നുണ്ട് പറയുമ്പോൾ വലിയ ഒരു സീറ്റിംഗ് പോസ്റ്ററാണത്, ഉയർത്തിരുന്നാണ് ഓടിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സ്റ്റിയറിങ്ങിൻ്റെ റീച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി അടുപ്പിച്ചിട്ടാണ് ഓടിക്കുന്നത്. അതായത് എനിക്ക് കുറച്ചുകൂടി വൃത്തിയായിരുന്നു ഓടിക്കാൻ പറ്റുന്നുണ്ട്. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ്, നല്ല സപ്പോർട്ടുള്ള സീറ്റാണ്. അപ്പോൾ മറ്റുള്ള സീറ്റുകളെ പോലെ തന്നെ ഡ്രൈവർ സീറ്റിനും ആ ഒരു കംഫർട്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യമായിട്ട് പറയാം. ഇനി ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയെ കുറിച്ച് പറയണ്ടേ. 10 കിലോമീറ്ററാണ് എനിക്ക് ഒരു വണ്ടിയുടെ ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മാന്യമായിട്ട് ഓടിച്ചാൽ അത്യാവശ്യം നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി കൂടി ഒരു വണ്ടിക്ക് കിട്ടാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മളൊന്നിങ്ങനെ കാല് കൊടുത്ത് ഓടിച്ചാൽ ആ ഒരു RPM ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ടെങ്കിൽ RPM അങ്ങനെ ഹൈ
RPM ഷിഫ്റ്റ് ചെയ്യുന്നത്. ഈവൻ തോ 3500 അല്ലെങ്കിൽ 3600 കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ട് പ്രോഗ്രസ് ഉണ്ടെങ്കിൽ കൂടി വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ചവിട്ടി കുത്തി ഓടിക്കാനും പറ്റുന്നുണ്ട് കിയ കാർണിവൽ എന്നുള്ളതാണ്. ഈ ഒരു വലിപ്പം തീർത്തും നമുക്ക് അത്ര ഒരു പ്രശ്നമാവുന്നില്ല, അലോസരമാവുന്നില്ല എന്നുള്ളതൊരു ഗുണമായിട്ട് പറയാം. ഇറ്റ്സ് എ പോസിറ്റീവ്. ഒരു വലിയ വണ്ടിയാണ്. അപ്പോൾ യു ടേൺ എത്ര മാത്രം കമ്പസമാണ് എന്ന് നോക്കട്ടെ. ഇന്നോവ ക്രിസ്റ്റ പാറിപ്പറന്ന് വരുന്നുണ്ട് കേട്ടോ. യു ടേൺ ഒന്നും ബുദ്ധിമുട്ടില്ല, സിമ്പിളായിട്ട് യു ടേൺ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒന്നിങ്ങനെ കാലം കൊടുക്കാം. ഇനി കിയ കാർണിവലിൻ്റെ ഈ ഒരു ഓഡിയൻസിനെ കുറിച്ച് കൂടി പറയാം. ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉപഭോക്താക്കളെ കുറിച്ച് കൂടി പറയാം. അതായത് ആരാണ് ഈ വണ്ടി കൂടുതൽ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ? ദൂരയാത്രയുള്ള ആളുകൾ, കൂടുതലും ഡ്രൈവറെ വെച്ച് ഓടിക്കുന്ന ആളുകൾ, മന്ത്രിമാരെ പോലുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് ഈ വണ്ടി കൂടുതലും വാങ്ങാൻ ഉദ്ദേശിക്കാം. അവർക്ക് എനിക്ക് തോന്നുന്നു ഇന്നോവ ക്രിസ്റ്റ ഇപ്പോൾ കിട്ടാനില്ല. ഒരു ഡീസൽ വണ്ടി വേണം, സോ എഫിഷ്യൻ്റ് ആയിരിക്കണം. അത് മാത്രമല്ല അത്യാവശ്യം യാത്ര ചെയ്യാൻ സുഖം വേണം, അത്യാവശ്യം നല്ല യാത്ര ചെയ്യാൻ സുഖം വേണം. കൂടാതെ ദൂരയാത്രകൾ അലോസരങ്ങളൊന്നും ഉണ്ടാക്കാതെ പോയി വരാൻ പറ്റണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒത്തുചേർന്നൊരു വണ്ടി എന്ന നിലയ്ക്ക് കിയ കാർണിവലിനെ കാണാം. അത് തന്നെയാണ് ഈ വണ്ടിയുടെ കാര്യം, അത് തന്നെയാണ് ഈ വീഡിയോയുടെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതേപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്നതിന് കരുതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലെ കൂടി ക്ലിക്ക് ചെയ്യുക, എന്നാലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ ഒക്കെ നമ്മുടെ എന്തിനും അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.